السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച്, പ്രത്യേകമായി ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പാപങ്ങൾ പൊതുവെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഒന്നാണ്. ചെറുപാപങ്ങളെക്കാൾ വൻപാപങ്ങൾ അതീവ ഗൗരവമാണ് എന്നതുകൂടി ഈ കിതാബിലെ ഓരോ അധ്യായം വായിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുകയാണ്. 10 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അൽഹംദുലില്ലാ. 11ാമത്തെ അധ്യായമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഫുഹ്ഷു. അൽ ഫുഹ്ഷ് എന്നാൽ നീചവൃത്തി, വൃത്തികേട് എന്നൊക്കെയാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞു, അറബി ഭാഷയിൽ അൽ ഫുഹ്ഷ് എന്നാൽ ഏതൊരു കാര്യമാണോ അതിൻ്റെ പരിധി വിട്ട് അളവിൽ കവിഞ്ഞ് പുറത്തേക്ക് വരുന്നത്, അതിന് അറബിയിൽ അൽ ഫുഹ്ഷ് എന്ന് പറയും. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുള്ള അൽ ഫുഹ്ഷ് കൊണ്ടുള്ള ഉദ്ദേശം, അദ്ദേഹം ഉദ്ദേശിച്ചത് തിന്മകൾ, അതല്ലെങ്കിൽ ഫാഹിഷത്ത്, വൃത്തികേടുകൾ വ്യാപിക്കുന്നതിനെ ഒരാൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അറിയിക്കുന്നത്. അൽ ഫാഹിഷ, അൽ ഫുഹ്ഷ് എന്നത് സഹോദരങ്ങളെ നാവിലൂടെ, പ്രവർത്തനത്തിലൂടെ ഒക്കെ കടന്നു വരാം. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതിന് അളവുണ്ട്, പരിധിയുണ്ട്. ആ അളവിൽ കവിഞ്ഞ് പരിധി വിട്ട് പുറത്തേക്ക് വരുന്നത് ഫുഹ്ഷായിരിക്കും. അഥവാ അതിർ വിട്ട് പുറത്തേക്ക് വരുന്നത് ഈ പറഞ്ഞ പരിധിയിലാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദി. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആളുകളെ ആക്ഷേപിക്കുന്ന, കുത്തിപ്പറയുന്ന, അപഹസിക്കുന്നവനാവുകയില്ല. അതുപോലെ തന്നെ ശപിക്കുന്നവനാവുകയില്ല. അതുപോലെ തന്നെ നീചവൃത്തികൾ, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ പറയുന്ന, പ്രവർത്തിക്കുന്നവനും ആവുകയില്ല. ഈ ഹദീസിൽ വലൽ ഫാഹിഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ട്. അൽ ഫാഹിഷ്, അൽ ഫവാഹിഷ്, അതല്ലെങ്കിൽ ഫുഹ്ഷ്, ഫാഹിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. ഷെയ്ഖ് റഹിമഹുള്ള 2 ആയത്തുകളാണ് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം. സൂറത്തു നൂറിലെ 19ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന യുഹിബ്ബൂൻ, തീർച്ചയായും ഏതൊരു കൂട്ടരാണോ ഇഷ്ടപ്പെടുന്നത്, അൻ തശീഅൽ ഫാഹിഷതു, ഫാഹിഷത്ത്, വൃത്തികേട് വ്യാപിക്കാൻ, പ്രചരിക്കാൻ, ഫില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്കിടയിൽ, ലഹും, അത്തരം ആളുകൾക്ക് ഉണ്ട്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അതിൻ്റെ ആയത്തിൻ്റെ ബാക്കിയിൽ കാണാം, ഫിദ്ദുന്യ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും.
വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് ചെയ്തിരിക്കുന്നു. ഫാഹിഷത്ത് വ്യാപിക്കുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുക എന്നത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതിൽ നിന്നാണ് ഈ ചിന്ത, ഈ ഒരു ആഗ്രഹം വൻപാപമാണ് എന്ന് ശൈഖ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സൂറത്തു നൂറിലെ ഈ ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് മുനാഫിഖുകൾ വളരെ മോശമായ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അൽ ഇഫ്ക് എന്നല്ലാഹു പ്രയോഗിച്ചു. ആ മോശമായ വൃത്തികെട്ട വർത്തമാനം അത് മുഅ്മിനീങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവർക്കെതിരെയുള്ള താക്കീതാണിത്. അത്തരം ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്, പ്രത്യേകതയിൽപ്പെട്ടതാണ് വൃത്തികേടുകൾ, തിന്മകൾ അത് പ്രചരിക്കുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. അത് പ്രചരിപ്പിക്കുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. അത് പ്രചരിക്കാൻ ആഗ്രഹിക്കുക എന്നത് പോലും അനുവദനീയമല്ല. അത് വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ അപകടമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ പരിശുദ്ധ ദീൻ അതിനെ തടയിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത്. ഇന്നഹു കാന ഫാഹിശതൻ, തീർച്ചയായും അത് നീചവൃത്തിയാണ്, വൃത്തികേടാണ്. നോക്കൂ, അത്തരം ഫാഹിഷത്തിലേക്ക് അടുത്തു പോവാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം നീചവൃത്തിയിൽപ്പെട്ടതാണ്, വൃത്തികേടുകളിൽപ്പെട്ടതാണ് സിനയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, അതുപോലെയുള്ള മ്ലേച്ഛതകളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്, ആളുകൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു വാർത്ത വന്നു കിട്ടിയാൽ പൊതുവെ മ്ലേച്ഛതകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ദീനിൻ്റെ നിയമം. വൃത്തികേടുകൾ, തിന്മകൾ, ഹറാമുകൾ അത് പ്രചരിക്കരുത്, പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? തിന്മകൾ പ്രചരിക്കുമ്പോൾ, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ വ്യാപിക്കുമ്പോൾ അതിൻ്റെ ആളുകൾക്ക്, അതല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിൽ അതിനോട് ഒരു മയപ്പെടുന്ന നിലപാട് വരും. ഈ തിന്മയുടെ ആളുകൾ, വൃത്തികേടിൻ്റെ ആളുകൾ, അവർക്ക് പറയാൻ എളുപ്പമാണ്, ഇത് നാട്ടിൽ സർവ്വസാധാരണയല്ലേ, ഇതിലെന്താണ് ഇത്ര പുതുമയുള്ളത് എന്നവർക്ക് ചോദിക്കാൻ മാത്രം എളുപ്പമായി തീരും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിൽ തിന്മകൾ വ്യാപിപ്പിക്കുക എന്നത് ഗുരുതരമായ അപരാധമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അത് നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന ഒരു കളവ് പോലും, ഒരു കളവായ ഒരു വാർത്ത, ശരിയല്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്ന് വിചാരിക്കുക, അതിനെക്കുറിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, അധർമ്മകാരിയായ ഒരുവൻ നിങ്ങളുടെ അടുക്കലേക്ക് വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പരിശോധിക്കുക. ഇത് സത്യമാണോ കളവാണോ എന്നത് പരിശോധിക്കണം. എന്തുകൊണ്ട്? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ഈ വിവരമില്ലാതെ അതിൻ്റെ പിന്നാലെ കൂടിയാൽ, അത് പ്രചരിപ്പിച്ചാൽ, അത് പറഞ്ഞു പരത്തിയാൽ, പിന്നീട്
അതിൻ്റെ ആഘാതം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയേക്കാം. കുറച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട വാർത്തകൾ കളവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതുവരെ പറഞ്ഞതും പറഞ്ഞു വരുത്തിയതും അപമാനിച്ചതും ആളുകളുടെ അഭിമാനം പിച്ചു ചീന്തിയതും ഒക്കെ ആലോചിച്ച് പിന്നീട് സങ്കടത്തിലാവേണ്ടി വരും. അതുകൊണ്ട് ഒരുവൻ ഇത്തരത്തിലുള്ള ആളുകൾ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ പരിശോധിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. നമുക്ക് ചെറിയ കാര്യമാണത് നമ്മുടെ കണ്ണിൽ, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ്. ഇന്ന് നോക്കൂ, നിങ്ങൾ ഒരു വൃത്തികേട് വരെ, മ്ലേച്ഛതകൾ വരെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കാണുകയാണ്, ആളുകളത് പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ ആഘാതം എന്താണ് നിങ്ങൾ നോക്കൂ. സമൂഹത്തിൽ തിന്മകൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതായി മാറി. കൊലപാതകം ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? നിരന്തരം കേൾക്കുകയാണ്. മകൻ ഉമ്മയെ കൊന്നു, ഉപ്പ മകനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് തിരിച്ചു കൊന്നു, സഹോദരങ്ങൾ പരസ്പരം വെട്ടി, അതല്ലെങ്കിൽ നാട്ടിലങ്ങനെ കൊലപാതകം നടന്നു, മൃഗത്തിൻ്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ അടിച്ചു കൊല്ലുന്നു, മനുഷ്യൻ അടിച്ചു കൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ പൊതുവെ കൊലപാതകം എന്നത് വളരെ നിസ്സാരമായി. രക്തം ചിന്തൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ കൊലപാതകി എന്ന് പറഞ്ഞാൽ അയാളിലേക്ക് ആളുകൾ നോക്കുക പോലുമില്ല. ഒരു വലിയ അപരാധിയായിട്ടാണ് അത്തരം ആളുകളെ കാണുക. ഇന്ന് കൊന്നവൻ, കൊല ചെയ്ത ആളുകൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അടുത്ത കൊലപാതകത്തിനുള്ള പണിയെടുക്കും. അതുപോലെ തന്നെ ഏത് തിന്മയും, വ്യഭിചാരം, സ്വവർഗരതി, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി, അവിഹിത ബന്ധങ്ങൾ, ഒളിച്ചോട്ടം, ഏത് തിന്മകളും സമൂഹത്തിൽ ഇതൊക്കെ വളരെ നിസാരമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതെന്തുകൊണ്ടാണ്? ഇതിങ്ങനെ പ്രചരിക്കുകയാണ്, ഇതിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ നോക്കൂ, ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വിരൽ വെച്ചാൽ പിന്നെ അത് വെക്കാത്തത് പോലെ ഉണ്ടാവും, ഒരു മരവിച്ചതുപോലെ ഉണ്ടാവും. കുറേ നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിന്നാൽ കുറച്ച് നേരം ഇത് പിടിക്കാത്ത പോലെ ഉണ്ടാവും. എന്നതുപോലെ ഇതിങ്ങനെ കേട്ട് 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 പിന്നെന്താവും? ഒക്കെ നിശാരല്ലേ, അപ്പുറത്ത് ഒരാളെ കൊന്നു, ആ കൊന്നോ എന്ന് പറയും. അവിടെ അങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കും. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ ഗുരുതരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ചിന്ത വരെ, അങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് വരെ ദുനിയാവിലും ആഖിറത്തിലും വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് താക്കീത് ചെയ്തിരിക്കുകയാണ്. അതിന് സ്വന്തം തിന്മ ചെയ്ത് പ്രചരിപ്പിക്കലായാലും ശരി, മറ്റുള്ളവരുടെ തിന്മകളായാലും ശരി, തിന്മകളാണോ അത് വ്യാപിക്കാൻ പ്രചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത്. അതാണ് ദീനിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. കുല്ലു ഉമ്മതി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകും, മുജാഹിറുകളായ ആളുകൾക്ക് ഒഴികെ. വ ഇന്ന മിനൽ മുജാഹറതി അൻ യഅമല അർറജുലു ബില്ലൈലി അമലൻ. ആരാണ് മുജാഹിർ? എന്താണ് മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, വ ഇന്ന മിനൽ മുജാഹറതി അൻ യഅമല അർറജുലു ബില്ലൈലി അമലൻ. മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ രാത്രിയിൽ വല്ല തിന്മയും വല്ല നീചവൃത്തിയും വൃത്തികേടും ചെയ്യും. ثم يصبح وقد ستره الله عليه, അവന് നേരം പുലരും, അല്ലാഹു തആല അവൻ്റെ തിന്മ മറച്ചുവെച്ച അവസ്ഥയിൽ. ഫയഖൂൽ, പക്ഷേ അവനെന്ത് ചെയ്യും? ആളുകളെ വിളിക്കും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, അല്ലെങ്കിൽ ഇന്ന ആളെ വിളിക്കും. എന്നിട്ട് പറയും, അമിൽതുൽ ബാരിഹത കദാ വകദാ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വഖദ് ബാത യസ്റുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻ. അല്ലാഹു അവൻ്റെ റബ്ബ് അവൻ ചെയ്ത ആ തിന്മ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവനതാ റബ്ബ് മറച്ചു വെച്ച ആ മറ അത് പൊളിച്ചു കളയുന്നു, ആളുകൾക്കിടയിൽ അത് വ്യാപിപ്പിക്കുന്നു, അത് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അത് നോക്കൂ, തിന്മകൾ
അതിൻ്റെ വ്യാപനം തടയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നിയമമാക്കിയത് നോക്കൂ നിങ്ങൾ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിൻ്റെ വല്ല ന്യൂനതകളും ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ന്യൂനതയും മറച്ചു വെക്കും. തിന്മകൾ അത് സംഭവിച്ചു പോയാൽ അത് സമൂഹത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പ്രചരിക്കാൻ ആഗ്രഹിക്കുക എന്നത് സഹോദരങ്ങളെ വൻപാപങ്ങളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. കാരണം നരകം കൊണ്ട്, വേദനാജനകമായ ശിക്ഷ കൊണ്ട് അള്ളാഹു താക്കീത് ചെയ്തിരിക്കുകയാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ആരാണോ മുഅ്മിനീങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ, തിന്മകൾ അത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഒരു വ്യഭിചാരം ഒരാൾ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും 4 സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ടല്ലാതെ പറയാൻ പാടില്ല. 4 സാക്ഷികളെ ഹാജരാക്കണം, എന്നിട്ടത് പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണത്? ഈ കാര്യം ഇങ്ങനെ പുറമേക്ക് തോന്നിയതുപോലെ വ്യാപിപ്പിച്ചാൽ, പ്രചരിപ്പിച്ചാൽ ആളുകൾക്കിടയിൽ തിന്മകൾക്ക് വിലയില്ലാതാവും, തിന്മകൾക്ക് ഗൗരവം നഷ്ടപ്പെടും, തിന്മയുടെ ആളുകൾക്ക് അത് എളുപ്പമാകും. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലിത് സർവ്വസാധാരണല്ലേ, എല്ലാവരും ഇത് ചെയ്യുന്നല്ലേ, നമ്മളോട് മാത്രം എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കും. എന്നാൽ അപൂർവമായി വല്ല തിന്മകളും പുറത്തേക്ക് അറിഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് ഗൗരവമുണ്ടാകും. അത്തരം ആളുകളെ വെറുപ്പോടെ ആളുകൾ നോക്കും, അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കും. ഇത് കൊന്നവനും മോഷ്ടിച്ചവനും തട്ടിപ്പ് നടത്തിയവനും ഒക്കെ സമൂഹത്തിൽ ചിരിച്ചും കളിച്ചും തോളത്ത് കൈയിട്ടും ഉല്ലസിച്ചും ഒക്കെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ച് ആളുകൾക്ക് സമൂഹത്തിൽ പൊതുവെ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബോധ്യപ്പെടും. പഴയ കാലത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾക്കത് കൂടുതൽ ബോധ്യപ്പെടും. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയാണ്. ഒരു ചെറിയ തിന്മ, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അവനെ ആളുകൾ ക്രൂരനായിട്ടാണ് കാണുക. വീട്ടിൽ അടിയുണ്ടാക്കി അവനെ തന്നെ ആളുകൾ വളരെ ക്രൂരനായിട്ടാണ് കാണുക. അവനോടൊപ്പം കൂടരുത്, അവൻ പൊതുവെ നാട്ടിൽ ഒരു ഗുണ്ടയായി, തെമ്മാടിയായിട്ടാണ് അറിയപ്പെടുക. ഇന്ന് സ്വന്തം മാതാവിനെ കൊന്നാൽ പോലും അവൻ പിന്നെയും നാട്ടിലൂടെ സുഖസുന്ദരമായി നടക്കുന്നുണ്ടാവും. ആളുകൾക്ക് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയി. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ അത് തടഞ്ഞിരിക്കുന്നു, അതിന് തടയിടാൻ കൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും അത് ആഗ്രഹിക്കാൻ പോലും പാടുള്ളതല്ല. അപ്പോൾ പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരം തിന്മകളിലേക്ക് ക്ഷണിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? വൃത്തികേടുകളിലേക്ക്, മ്ലേച്ഛതകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഗൗരവമാണ് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അടുത്തതായി മറ്റൊരായത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന മിൻ സബീൽ. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ, മുഹ്സിനുകളായ നല്ലവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ കുറ്റമില്ല. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ യുദ്ധത്തിന് പോവാതെ പിന്തിരിഞ്ഞ ആളുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചതാണ്. 2 വിഭാഗക്കാരുണ്ടായിരുന്നു അവരിൽ. ചിലർ മടി കൊണ്ട് പോവാതിരുന്നവരാണ്. വേറെ ചില ആളുകൾ മുഅ്മിനുകളാണ്, അവർക്ക് പോവാൻ സാധിക്കാത്ത ശർഈയായ ഒഴികഴിവുകൾ ഉണ്ടായിരുന്നു.
അത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അവർ അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്തുള്ളവരാണെങ്കിൽ, ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ, മുഅ്മിനീങ്ങളെ മുഹ്സിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ കുറ്റമില്ല. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ ആയത്തിലൂടെ കൊണ്ടുവരാനുള്ള കാരണം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും നസീഹത്ത് കാണിക്കുക, ഗുണകാംക്ഷ കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനിലുള്ള വിശ്വാസം ശരിയാക്കുക, റബ്ബല്ലാത്തവരെ ആരാധിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക തുടങ്ങിയതെല്ലാം അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസാലത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് കൊണ്ടുവന്ന ദീൻ സ്വീകരിക്കുക, അവിടുത്തെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്താണ്. ഇങ്ങനെ നസീഹത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഹ്സാനുള്ളവരാണ്, അഥവാ അവർ പുണ്യവാന്മാരാണ്, നല്ലവരാണ്, അവർക്ക് കുറ്റമില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ലഫ്ലുകൾ, എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് ഷെയ്ഖ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും നസീഹത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിമീങ്ങളോട്, അവരിലെ ഭരണാധികാരികളോട്, സാധാരണക്കാരോട് നസീഹത്തുള്ളവരായിരിക്കും, ഗുണകാംക്ഷയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു ആയത്തിൽ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾക്കിടയിൽ തിന്മകൾ, മ്ലേച്ഛതകൾ വ്യാപിക്കാൻ അവർ ഇഷ്ടപ്പെടുകയില്ല. ഇനി മുസ്ലിമീങ്ങളിൽ വല്ല തിന്മയും സംഭവിച്ചാൽ പൊതുവെ അത് മറച്ചു വെക്കുക എന്നതാണ് അവരോടുള്ള നസീഹത്ത്. പറയേണ്ടടുത്ത് പറയൽ അനുവദനീയമാണ്. ഭരണാധികാരികളോട്, ഉത്തരവാദിത്തപ്പെട്ടവരോട് തിന്മകൾ, ഗുരുതരമായ തെറ്റ് ചെയ്ത ആളുകളെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ കൊന്നവനെ തിരിച്ചു കൊല്ലണം, അങ്ങനെയുള്ള പ്രതിക്രിയകൾ ചെയ്യണം. അതൊരിക്കലും എന്തല്ല, തിന്മ വ്യാപിപ്പിക്കലല്ല. അവർ അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്തുള്ളവരാണ്, ഈ ദീനിനോട് നസീഹത്തുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അത് ചെയ്താൽ കുറ്റമില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. ഷെയ്ഖ് ഇവിടെ ഈ ആയത്ത് കൊണ്ടുവന്നത് അതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അഥവാ അള്ളാഹുവിനോടും റസൂലിനോടും മുസ്ലിമീങ്ങളോടും നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള, കൂറുപാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ തിന്മ വ്യാപിക്കാൻ, മ്ലേച്ഛതകൾ വ്യാപിക്കാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇനി തിന്മകളെക്കുറിച്ച് ചോദ്യം ചെയ്യുക, ആ തിന്മകളെ നീക്കം ചെയ്യാനുള്ള ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അത് നിർബന്ധമായ ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. ഒരാൾ ആക്രമിക്കപ്പെട്ടവനായാലും അക്രമിയായാലും അവരോട് നസീഹത്തുണ്ട്, അവരുടെ കൈപിടിക്കണം. അക്രമിയാണെങ്കിൽ, ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവന് സഹായിക്കണം എന്നത് ദീനിലെ നിയമമാണ്. ഈ രണ്ട് ആയത്തുകളും ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ കൊണ്ടുവന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാഹിഷത്ത്, വൃത്തികേട് പ്രചരിപ്പിക്കുക എന്നതിനെ വെറുത്തിട്ടുണ്ട്. അള്ളാഹു നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഈ ദീനിനോടും മുസ്ലിമീങ്ങളോടും നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള, കൂറുപാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അയാൾ ഇഷ്ടപ്പെടാൻ പാടുള്ളതല്ല, അതിലേക്ക് അടുക്കാൻ പാടുള്ളതല്ല എന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. തിന്മകൾ അത് പ്രചരിപ്പിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. തിന്മകളുടെ പ്രചാരകരായി നമ്മൾ മാറാൻ പാടുള്ളതല്ല. മറിച്ചു തിന്മകൾ പൊതുവെ മറച്ചു വെക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, സമൂഹത്തിൽ അതിനോട് ഒരു അലംഭാവം തോന്നാതിരിക്കുക എന്നതാണ്. അല്ലാതെ നമ്മളാളുകൾ ചെയ്താൽ അതിന് കുഴപ്പമില്ല, അതവിടെ പൊത്തിവെക്കുക എന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. തെറ്റുകൾ അതിൻ്റെ ആളുകൾക്ക് ഉണർത്തി കൊടുക്കണം, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. അതൊക്കെ അവരോടുള്ള നസീഹത്താണ്, അത് തിന്മ പ്രചരിപ്പിക്കലല്ല. അതാണ് ഷെയ്ഖ് രണ്ടാമത് കൊണ്ടുവന്ന ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. 12ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റു മവദ്ദതി അഅദാഇല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശത്രുക്കളോടുള്ള
സ്നേഹം, ആത്മബന്ധം, അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. അൽ മവദ്ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, അനുകമ്പ, അടുപ്പം, ആത്മബന്ധം എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. ഹൃദയത്തിലാണ് അതുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്ത, അള്ളാഹു ശത്രുക്കളായി പ്രഖ്യാപിച്ച, അള്ളാഹുവിൻ്റെ ദീൻ നശിക്കണം എന്ന് വിചാരിക്കുന്ന, ഉദ്ദേശിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന അത്തരം ആളുകളോട് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും മവദ്ദത്തുണ്ടാവാൻ പാടുള്ളതല്ല. അതാണ് അള്ളാഹു സൂറത്തുൽ മുംതഹിനയിൽ പറഞ്ഞത്, വബദ ബൈനന വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രഖ്യാപനമാണിത്. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വെറുപ്പും ശത്രുതയും വെളിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീൻ നശിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുന്ന അങ്ങനെയുള്ള ആളുകളോട് ഒരു മുഅ്മിനിന് ഒരിക്കലും സ്നേഹമുണ്ടാവാൻ പാടുള്ളതല്ല, ഉണ്ടാവുകയില്ല. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ചില ആയത്തുകൾ ഉദ്ധരിച്ചു. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും. സൂറത്തു അൽ മുജാദിലയിലെ 22-ാമത്തെ ആയത്താണ്. ഓ നബിയെ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആളുകളെ താങ്കൾക്ക് കാണാൻ സാധിക്കുകയില്ല. എപ്രകാരം? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന, എതിരിട്ട് നിൽക്കുന്ന ആളുകളുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതായി താങ്കൾക്ക് കാണാൻ സാധ്യമല്ല. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ അവരുടെ പിതാക്കളാവട്ടെ, മക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, കുടുംബക്കാരാവട്ടെ, ആരുമാവട്ടെ, ഈമാൻ കൽബിലുള്ള, ഹൃദയത്തിലുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളോട് ആത്മബന്ധമുള്ളതായി, സ്നേഹബന്ധമുള്ളതായി താങ്കൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആയത്തിൻ്റെ ബാക്കി നമുക്ക് കാണാം, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അത്തരം ആളുകൾക്കാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലാണ് ഈമാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആത്മചൈതന്യം കൊണ്ട് അവരെ അള്ളാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ്, അത്തരം ആളുകളാണ് അള്ളാഹുവിൻ്റെ ആളുകൾ, അള്ളാഹുവിൻ്റെ കക്ഷികൾ. അല അറിയുക, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ കക്ഷികളാണ്, അള്ളാഹുവിൻ്റെ ആളുകളാണ്, അഥവാ അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കുന്ന ആളുകളാണ് വിജയിച്ച ആളുകൾ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ബദറിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ബദറിൻ്റെ വേളയിൽ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുദ്ധരംഗത്ത് വന്നപ്പോൾ മറുവശത്ത്, ശത്രുപക്ഷത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പ അൽ ജറാഹ് ഉണ്ടായിരുന്നു. അയാൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായി വരികയുണ്ടായി. അങ്ങനെ അവർ പരസ്പരം പോരടിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ തകർക്കാൻ വന്ന, ശത്രുപക്ഷത്ത് നിൽക്കുന്ന സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം. അഥവാ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരുമായി ആത്മബന്ധത്തിൽ ഏർപ്പെടുന്നതായി മുഅ്മിനീങ്ങളെ അള്ളാഹുവിലും അവൻ്റെ ദീനിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഒരാളെ താങ്കൾക്ക് കാണാൻ സാധിക്കുകയില്ല, അവരെത്ര അടുത്തവരായാലും ശരി എന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായി എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിൽ
നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അവൻ്റെ റസൂലിനോട്, അള്ളാഹുവിൻ്റെ ദീനിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരോട് ഒരു സത്യവിശ്വാസിക്ക് ആത്മബന്ധമുണ്ടാവാൻ പാടുള്ളതല്ല. ഷെയ്ഖ് റഹിമഹുല്ലാ സൂറത്തു തൗബയിലെ മറ്റൊരായത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു, അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പറയുക നബിയെ, നിങ്ങളുടെ മാതാപിതാക്കളാവട്ടെ, സന്താനങ്ങളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ഇണകളാവട്ടെ, മറ്റു ബന്ധുമിത്രാദികളാവട്ടെ, നിങ്ങളുടെ സമ്പത്താവട്ടെ, നഷ്ടം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമാവട്ടെ, നിങ്ങൾക്ക് തൃപ്തികരമായ നിങ്ങളുടെ ഭവനമാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ, 8ഓളം കാര്യങ്ങൾ അള്ളാഹു എണ്ണിപ്പറഞ്ഞു. അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാൾ, അവൻ്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തേക്കാൾ ഈ പറഞ്ഞ കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾ കാത്തിരിക്കുക, ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി അവൻ വരുന്നതുവരെ. അള്ളാഹു അധർമ്മകാരികളായ ആളുകളെ നേർമാർഗത്തിലാക്കുകയില്ല. 8ഓളം കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ എടുത്തു പറഞ്ഞു. ഇതൊക്കെ ഒരു മനുഷ്യന് പ്രിയങ്കരമായ കാര്യമാണ്. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, കുടുംബക്കാർ, സമ്പത്ത്, കച്ചവടം, പാർപ്പിടം, വീട്, താമസസ്ഥലം, ഇതൊക്കെ ഒരു മനുഷ്യന് വളരെ പ്രിയങ്കരമായ കാര്യമാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, അതിനേക്കാൾ അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തോടും ഒരാൾക്ക് ഇഷ്ടമുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. അതല്ല ഇതിനേക്കാൾ മുകളിലാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ കാണുന്നതെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ അവർ കാത്തിരുന്നോളൂ എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു അധർമ്മകാരികളായ ആളുകളെ നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ്. ഈ ആയത്തും തെളിവാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ആയിരിക്കണം മറ്റെല്ലാറ്റിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത്. ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരായത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു വലാ തർകനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ അൽ ആയ, സൂറത്ത് ഹൂദിലെ 113-ാമത്തെ ആയത്താണ്. വലാ തർകനു, നിങ്ങൾ ചാഞ്ഞു പോവരുത്, ഇലല്ലദീന ളലമു, അക്രമികളായ ആളുകളിലേക്ക്, ഫതമസ്സകുമുന്നാർ, അങ്ങനെ നിങ്ങൾ അവരിലേക്ക് ചാഞ്ഞു പോയാൽ നരകം നിങ്ങളെ സ്പർശിക്കും. ഈ ആയത്തിലും തെളിവുണ്ട്. അതിക്രമകാരികളായ ആളുകളിലേക്ക് ചായ്വുണ്ടാവാൻ പാടുള്ളതല്ല. അഥവാ അവരുടെ പ്രവർത്തനങ്ങളോട് യോജിപ്പുണ്ടാവുക, തൃപ്തി കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് ചായലാണ്. അങ്ങനെ ചാഞ്ഞു പോയാൽ ഫതമസ്സകുമുന്നാർ, നരകം നിങ്ങളെ പിടികൂടും. അതിക്രമകാരികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും റസൂലിനോടും എതിരിട്ട് നിൽക്കുന്ന ആളുകൾ, ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരോട് ഒരു നിലക്കും ചായ്വുണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ ഉദ്ധരിക്കുന്നു. വഖാല അബുൽ ആലിയ, ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അവരിലേക്ക് ചായ്വ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലാ തർലൗ ബിഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളോട് തൃപ്തി കാണിക്കരുത്. അതിക്രമകാരികളായ ആളുകൾ, അള്ളാഹുവിനോടും റസൂലിനോടും എതിരിട്ട് നിൽക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളോട് ഒരു സത്യവിശ്വാസിക്ക് തൃപ്തി തോന്നാൻ പാടുള്ളതല്ല, അവരെ തൃപ്തിപ്പെടാൻ പാടുള്ളതല്ല, അവരുടെ നിലപാടുകളോട് യോജിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ
അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഷെയ്ഖ് പറഞ്ഞു, വറൂവിയ അൻ ഇബ്നി അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ലാ തമീലു ഇലൈഹിം കുല്ലൽ മൈലി, അതിക്രമകാരികളായ ആളുകൾ, അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളോട് ഒരു നിലക്കും നിങ്ങൾ ചാഞ്ഞു പോകരുത്, ചായ്വ് കാണിക്കരുത്. ഫിൽ മഹബ്ബ, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും, വലീനിൽ കലാം, മൃദുവായ സംസാരത്തിൻ്റെ അഥവാ മയപ്പെടുത്തിയുള്ള സംസാരത്തിൻ്റെ വിഷയത്തിലായാലും, വൽ മവദ്ദ, സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ വിഷയത്തിലായാലും ഒരു നിലക്കും അവരുമായി നിങ്ങൾക്ക് ചായ്വുണ്ടാവാൻ പാടുള്ളതല്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവും അവൻ്റെ റസൂലും നല്ലവരായ നമ്മുടെ നേതാക്കന്മാരും ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കി തരുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടണം, അള്ളാഹു വെറുക്കുന്നതിനെ വെറുക്കണം, അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അള്ളാഹു വെറുത്തതിലേക്ക്, അള്ളാഹുവിനെ വെറുത്തതിലേക്ക്, അള്ളാഹുവിനെ ശത്രുവായി, അള്ളാഹുവിൻ്റെ ദീനിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുമായി ചായ്വ് കാണിച്ചാൽ അവർക്ക് ബാധിക്കേണ്ട ശിക്ഷ നമുക്കും ബാധിക്കും എന്നതാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഈ കാര്യം അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അപകടത്തിലായി പോകും. കാരണം സിറാത്തുൽ മുസ്തഖീം എന്നത്, നേരായ പാത എന്നുള്ളത് ഒരൊറ്റ വഴിയാണ്. സിറാത്തുൽ മുസ്തഖീം, നേരായ പാത ഒരൊറ്റ വഴിയാണ്. ആ വഴിക്ക് എതിര് നിൽക്കുന്നതെല്ലാം വ്യത്യസ്തങ്ങളായ നരകത്തിലേക്കുള്ള മാർഗങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു നിലക്കും ദീനിനെ പണയം വെക്കുന്ന, ദീനിനെ വിറ്റുകളയുന്ന, ദീനിനെ അടിയറവ് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇതാണ് അടിസ്ഥാന നിയമം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ നീതി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു തആല നിങ്ങളോട് വിലക്കുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും, ദീനിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ നാടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളോട് വെറുക്കുന്നില്ല, അവരോട് നീതി കാണിക്കുന്നത് അള്ളാഹു നിങ്ങളോട് വെറുക്കുന്നില്ല. മറിച്ച് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അടിസ്ഥാനമാണ് ഒരു മുസ്ലിം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളുമായി ആത്മബന്ധം ഉണ്ടാവാൻ പാടുള്ളതല്ല. എന്നാൽ മാനുഷികമായ ബന്ധം, മാനുഷികമായ സ്നേഹം, ഇടപാടുകൾ, ഇടപഴകലുകൾ, നല്ല സംസാരങ്ങൾ, അവർക്ക് സത്യം എത്തിച്ചു കൊടുക്കൽ, അവരെ നന്മയിലേക്ക് നയിക്കൽ, ഇതൊക്കെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല നമ്മോടത് കൽപ്പിച്ചിരിക്കുന്നു എന്നത് ഈ ദീനിൻ്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ദീൻ എത്ര മനോഹരമാണ്, എത്ര മഹത്തരമാണ് എന്നത് അറിയിക്കുന്നു. ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ലാത്തവരാണെന്ന് വിചാരിക്കുക. അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ പരസ്പരം കരാറിൽ ജീവിക്കുന്ന നമ്മുടെ നാട് പോലെ മുസ്ലിമും അല്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന നാടുകൾ, അവിടെ നല്ല രൂപത്തിൽ സഹവർത്തിക്കാനും ഇടപാടുകൾ നടത്താനും ഒക്കെ അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. നന്മകൾ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമ്മുടെ ദീൻ മുറുകെ പിടിക്കാനും നമ്മുടെ ദീൻ മറ്റുള്ള ദീനിൽ നിന്ന് വേർതിരിച്ച് അതിൻ്റെ വ്യതിരിക്തത കാത്തു സൂക്ഷിക്കാനും കൽപ്പിച്ചു. എന്നാൽ മറ്റുള്ളവരോട് അന്യായം കാണിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരോട് അന്യായം കാണിക്കാൻ, അതിക്രമം കാണിക്കാൻ, അന്യായമായി അവരെ ഉപദ്രവിക്കാൻ, ചോര ചിന്താൻ, കൊല ചെയ്യാൻ അള്ളാഹുവിൻ്റെ ദീൻ അനുവദിച്ചിട്ടില്ല. സഹോദരങ്ങളെ,
അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി അത് നമ്മെ അറിയിക്കുന്നു. നമ്മോട് യുദ്ധം ചെയ്യാത്ത, നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അതുപോലെ അവരോട് നീതി കാണിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദീനിലുള്ള നിയമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ മുറുകെ പിടിക്കാൻ നമ്മോട് പറഞ്ഞു. നമ്മുടെ ദീൻ അത് മുറുകെ പിടിക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ കാര്യം കൃത്യമായി പഠിച്ചില്ല എങ്കിൽ ജനങ്ങൾ പൊതുവെ 3 തട്ടുകളിലാണ് ഈ വിഷയത്തിൽ. ചില ആളുകൾ തീർത്തും മറ്റുള്ളവരോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഒരു നിലക്കും ഒരു ഇടപാടുകളും പാടില്ല എന്ന നിലപാട് വെച്ച് പുലർത്തുന്നവരാണ്. അത് ശരിയല്ല. വേറെ ചില ആളുകൾ എല്ലാം ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണ്, ചെറിയ ചെറിയ നദികളെല്ലാം ഒഴുകി ഒരു കടലിലേക്കാണ് പോകുന്നത് എന്ന വിഡ്ഢിത്തവും പറയുന്നവരുണ്ട്. ഇതിനിടയിലാണ് അള്ളാഹുവിൻ്റെ ദീൻ. അള്ളാഹുവിൻ്റെ ദീനിന് വ്യതിരിക്തതയുണ്ട്. ഇത് തൗഹീദിൻ്റെ ദീനാണ്, സുന്നത്തിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ദീനും മറ്റുള്ള ദീനും കൂട്ടിക്കുഴക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എന്തിൻ്റെ പേരിൽ ആര് ചെയ്താലും ശരി, അവർ അള്ളാഹുവിൻ്റെ ഈ താക്കീതുകളുടെ പരിധിയിൽ വരും. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ എങ്ങനെ ഒരാൾ സത്യപാത സ്വീകരിക്കും? എങ്ങനെ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കും? മരിക്കുന്നതുവരെ പിന്നെ അയാൾ ശരിയായ മാർഗത്തിലേക്ക് എത്തുകയില്ല. ഇസ്ലാമിൻ്റെ പാത അത് സത്യപാതയാണ്, ഇതാണ് ശരിയായ പാത എന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇവിടെ കൃത്യമായി നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതും മറ്റുള്ളതും വെവ്വേറെയാണ്, വേറെ വേറെയാണ്, അത് ഇത് റേയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് സഹോദരങ്ങളെ, ഒരിക്കലും മുസ്ലിമീങ്ങളല്ലാത്തവരോട് അതിക്രമം കാണിക്കാൻ, അവരെ അന്യായമായി ഉപദ്രവിക്കാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ അത് പഠിപ്പിക്കുന്നില്ല. മറിച്ച് നേരെ തിരിച്ചാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വശത്ത് എല്ലാം ഒന്നാണ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങളെ, ആഘോഷങ്ങളെ അട്ടിമറിക്കുന്നു. മറുവശത്ത് ഈ ദീനിനെക്കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ഹക്കുള്ളത്, സത്യമുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അവൻ്റെ റസൂലിനോട്, അവൻ്റെ ദീനിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളോട് ഒരു മുഅ്മിനിന് ആത്മബന്ധമുണ്ടാവാൻ പാടുള്ളതല്ല. എങ്ങനെ അള്ളാഹുവിനെ വെറുക്കുന്ന, അള്ളാഹുവിൻ്റെ ദീൻ നശിക്കണമെന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമായി ഒരാൾക്ക് ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിക്കും? ദീന് പോട്ടെ, നമ്മുടെ വീടുകൾ തകർക്കാൻ വരുന്ന ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലെയല്ല. അതോടൊപ്പം അതിൻ്റെ മറുവശം കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ ഇതുപോലെയുള്ള നീതി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ലാത്തവരാണെങ്കിൽ അവർ ഷിർക്കിലേക്ക് ക്ഷണിച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കരുത്. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കുക. അവരെ നോക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് ആവശ്യമുള്ളത് നൽകണം. അവരെ ദുനിയാവിൽ മാതാപിതാക്കളെ പരിഗണിക്കുന്ന പരിഗണനകൾ അവർക്ക് നൽകണം. അവരെ ഉപദ്രവിച്ചാൽ ശിക്ഷിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ ദീൻ നോക്കൂ നിങ്ങൾ. ഇത് പഠിച്ച ഒരാൾക്ക് എങ്ങനെ തീവ്രവാദിയാകാൻ സാധിക്കും? എങ്ങനെ ഭീകരവാദിയാകാൻ സാധിക്കും? എങ്ങനെ മറ്റുള്ളവരെ അന്യായമായി കൊല്ലാൻ സാധിക്കും? ഒരിക്കലുമില്ല. ഇത് പഠിച്ചാൽ ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയായിത്തീരും. അവൻ ഒരു സ്ഥലത്തും പോയി ബോംബ് പൊട്ടിക്കുകയില്ല. അവരൊരു സ്ഥലത്തും അന്യായമായി കടന്നു കയറി വെടിവെപ്പ് നടത്തുകയില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല, അതിനെ അംഗീകരിക്കുകയില്ല. ഒരു സ്ഥലത്തും പോയി ചാവേറായി പൊട്ടിത്തെറിക്കുകയുമില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമാണ്. നമ്മുടെ ദീൻ മുറുകെ പിടിക്കാൻ അള്ളാഹു പറഞ്ഞു.
അള്ളാഹുമായി എതിരിട്ട് നിൽക്കുന്നവരോട് മാറി നിൽക്കാനും അള്ളാഹു പറഞ്ഞു. എന്നാൽ അവരോടുള്ള അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അത് അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നു. അതിൽ യാതൊരു പ്രയാസവും നമുക്കുണ്ടാവേണ്ടതില്ല, അത് ഉണ്ടാവുകയുമില്ല. അതാണ് ഈ ദീൻ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുക എന്നത് ആളുകളെ വഞ്ചിക്കലാണ്, ജനങ്ങൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കലാണ്. അതിലൂടെയാണ് അവർ തെറ്റായ രീതിയിലേക്ക് സഞ്ചരിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മർഉ മഅ മൻ അഹബ്ബ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ ഒരു മനുഷ്യൻ മഅ മൻ അഹബ്ബ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും. അപ്പം നമുക്ക് ആരോടാണോ സ്നേഹം നമ്മൾ അവരോടൊപ്പമായിരിക്കും പരലോകത്ത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിച്ചാൽ അവരോടൊപ്പമായിരിക്കും, അള്ളാഹു വെറുക്കുന്നവരോട് സ്നേഹം കാണിച്ചാൽ അവരോടൊപ്പമായിരിക്കും എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇസ്ലാം കിട്ടിയത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനുശേഷം നബിയുടെ ഈ വാക്കിനേക്കാൾ നമുക്ക് സന്തോഷം ലഭിച്ച മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. വ അബാ ബക്രിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നു. വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള എൻ്റെ സ്നേഹം കാരണത്താൽ ഞാൻ അവരോടൊപ്പമാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവർ ചെയ്ത അത്രയും പ്രവർത്തനം ഞാൻ ചെയ്തില്ലെങ്കിലും ശരി, ഈ സ്നേഹം അവരോടൊപ്പം എന്നെ ആക്കി തീർക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കാൻ, അവരുടെ മാർഗം പിൻപറ്റാൻ, അവരിലേക്ക് ചായാൻ ആണ് ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത്, ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത്. അതിന് വിരുദ്ധമായ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നത് നരകം സ്പർശിക്കാൻ കാരണമാകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളോട് മവദ്ദത്ത്, ആത്മബന്ധം കാണിക്കുക എന്നുള്ളത് വൻപാപമാണ് എന്നാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സഹാബത്തിൻ്റെ വിശദീകരണവും അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അള്ളാഹു മരണം വരെ അവൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പിഴച്ച വിശ്വാസ ആചാര കർമ്മങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി